ഹലോ ജെൻസി, നമ്മൾ എപ്പോഴാണ് താങ്ക് യു പറയുക? എക്സാം പാസ്സായിട്ട്, ജോബ് കിട്ടിയിട്ട്, ക്രഷ് റിപ്ലൈ ചെയ്തിട്ട്, അതാത് മിറക്കിൾ നടന്നിട്ട് മാത്രം. പക്ഷെ യോഹന്നാൻ 6 നോക്കൂ. 5000 പേർക്ക് കൊടുക്കുവാൻ യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 5 അപ്പവും 2 മീനും. മാത്സ് നോക്കിയാൽ പട്ടിണി ഉറപ്പ്. ശിഷ്യന്മാർ പാനിക്കായി. പക്ഷെ യേശു എന്ത് ചെയ്തു? അവൻ ആ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ബൈബിൾ പറയുന്നു, ആൻഡ് ജീസസ് took the loaves and when he had given thanks he distributed them. ശ്രദ്ധിച്ചോ? അത്ഭുതം നടക്കുന്നതിന് മുമ്പാണ് അവൻ നന്ദി പറഞ്ഞത്. 5 അപ്പം 5000 ആയിട്ടല്ല, എന്നിട്ടും അവൻ നന്ദി പറഞ്ഞു. ഇതാണ് ഗെയിം ചേഞ്ചർ. നന്ദി പറയുന്നത് റിസൾട്ട് കിട്ടിയിട്ടല്ല, ഗോഡിനെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നിന്റെ കയ്യിലും ഇപ്പോൾ 5 അപ്പം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? പോക്കറ്റിൽ 100 രൂപ മാത്രം. CGPA ലോ ആണ്, ഫോളോവേഴ്സ് കുറവാണ്, ഫ്യൂച്ചർ എംപ്റ്റി ആണ്. വെയിറ്റ് ചെയ്യാതെ നന്ദി പറഞ്ഞു തുടങ്ങുക. കർത്താവേ, ഇത് കുറവാണ്, പക്ഷെ നീ കൂടെയുണ്ട്, ഇത് നീ മൾട്ടിപ്ലൈ ചെയ്യൂ എന്ന് പറയും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഡെല്യൂഷൻ അല്ല, ഫെയ്ത്താണ്. നിന്റെ കയ്യിലുള്ളത് ചെറുതാണെങ്കിലും അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നന്ദി പറഞ്ഞാൽ അവൻ അതിനെ ഓവർഫ്ലോ ആക്കും. ജീസസ് താങ്ക്സ് പറഞ്ഞതിൻ്റെ ശേഷം ബാക്കി എന്താണുണ്ടായത്? എല്ലാവരും തിന്ന് തൃപ്തരായി. പിന്നെയും 12 കൊട്ട നിറയെ ബാക്കി വന്നു. സോ മൈ ഡിയർ ജെൻസി, മിറക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രേ ചെയ്യരുത്. മിറക്കിളിന് മുമ്പ് താങ്ക്സ് പറഞ്ഞ് പ്രേ ചെയ്യുക. നിൻ്റെ 5 അപ്പവും 2 മീനും ദൈവത്തിന് കൊടുക്കുക നന്ദിയോടെ. പിന്നെ നോക്കിക്കോ, നിൻ്റെ കഥയും അത്ഭുതമാകും. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. കമൻറ്റിൽ ടൈപ്പ് ചെയ്യൂ, അത്ഭുതത്തിന് മുമ്പ് നന്ദി.